വിശദമായ വാർത്തകളിലേക്കാണ്. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ വ്യാപാരി സാബു തോമസിന്റെ മൃതദേഹം സംസ്കരിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമായി. കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് നിക്ഷേപത്തുക മടക്കി കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പനയിലെ വ്യാപാരിയായ സാബു ആത്മഹത്യ ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിലെ പ്രാർത്ഥനകൾക്ക് ശേഷം കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയത്തിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അതേസമയം വ്യാപാരിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഈ മാസം 24-ന് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും. എടുത്തിരിക്കുന്ന കേസ് യഥാർത്ഥ കുറ്റവാളികളെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി ആരാണ് ഇതിന് ഉത്തരവാദികളെന്ന് മരണപ്പെട്ട സാവു എഴുതി വെച്ചിട്ടുള്ളതാണ്. അത്തരൊരു സാഹചര്യത്തിൽ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കേസ് എന്തിൻ്റെ പേരിലാണെന്നറിയത്തില്ല, വളരെ ലാഘവത്തോടെയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് വളരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൊവ്വാഴ്ച 24-ാം തീയതി രാവിലെ കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു. കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 9 പേരാണ് ഉള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.